ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഇപ്പം വീക്കെൻഡാണ്, സാറ്റർഡേ വീക്കെൻഡാണ്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ഒന്ന് നടക്കാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ പോകുവാണ്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈമും നമ്മളിവിടെയാണ് നമുക്കൊരു റിലാക്സേഷന് വേണ്ടി വരാറ്. അപ്പോൾ ഈ പാർക്കൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ പാർക്കിലേക്ക് പോകുന്ന എൻട്രൻസ് റോഡ്. നമ്മൾ ഈ പാർക്കിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അബുദാബി മുസഫ ഷാബിയ പത്തിലാണ് ഈ പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ പാർക്കിൻ്റെ പേരാണ് അൽ സുറൂർ പാർക്ക്. ഈ പാർക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്കൂളാണുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ പാർക്കിലോട്ട് കയറുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല റഷുണ്ട് ഗൈസ്. ഒരുപാട് ഫാമിലീസും പിന്നെ ബാച്ചിലേഴ്സും ഒക്കെ ഇന്ന് ഈ പാർക്കിൽ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഈ പാർക്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ റൂട്ട് മാപ്പ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഞാൻ ഈ പാർക്കിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ പോയി. ഇവിടെ ആണെങ്കിൽ അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കിന് ഇതാണ് പാർക്കിൻ്റെ അകത്തോട്ട് പോകുമ്പോഴത്തേക്കിനുള്ള വ്യൂ. ഞാൻ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നടന്നത്. ഈ റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ പറ്റുന്നത് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ്. ഇവിടെ കൂടുതലും ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കിഡ്സൊക്കെ ആയിട്ട് വന്ന് അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സമയം കണ്ടെത്തുന്നത്. ഒരുപാട് കുഞ്ഞു മക്കൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഗൈസ്. കാണുമ്പോഴത്തേക്കിന് മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടും. നമ്മുടെ മക്കളെ അപ്പോൾ മിസ് ചെയ്യും. പിന്നെ ഞാൻ പാർക്കിൻ്റെ സൈഡിലൂടെ തന്നെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്കിന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു പഞ്ചാബി കുട്ടി, അവൾ പറഞ്ഞു ഇത് ഈ ഗെയിംസ് പോലത്തെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, നമുക്കൊന്ന് കളിച്ച് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇത് വളരെ സ്ലോയിൽ ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനല്ല ചെയ്യുന്നത്, ഫണ്ണി ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കിത് കണ്ടപ്പോഴത്തേക്കിന് നമ്മുടെ മണിച്ചിത്രത്താഴിനകത്തെ പപ്പു കാണിക്കുന്ന ഗൈസ് എനിക്ക് തോന്നിയത്. അങ്ങനെ അവൾ കാണിച്ചതുപോലെ ഞാനും ട്രൈ ചെയ്തു. വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ നടന്ന് പാർക്കിൻ്റെ അതേ സെയിം വേയിലൂടെ തന്നെ ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ബേബി ഇരുന്നിങ്ങനെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ഹായ് കൊടുത്തു. പക്ഷെ ആ കുഞ്ഞുവാവ എന്നെ മൈൻഡ് ചെയ്തില്ല ഗൈസ്. ഇപ്പം നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ MBZ റോഡാണ് കാണുന്നത്. നല്ല തണുപ്പുള്ള, ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയ ടൈമാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ MBZ ഏരിയ. ഇവിടെ കൂടുതലും വില്ലാസാണുള്ളത്. നമുക്കിവിടെ റെൻ്റൊക്കെ കുറഞ്ഞ രീതിയിൽ വില്ലയൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ നടന്ന് നമ്മുടെ എക്സസൈസിങ് ഏരിയയിലോട്ടെത്തി. ഇവിടെ യോഗയും എക്സസൈസും ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങൾ, എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവനിങ്ങും മോർണിംഗും എല്ലാ ആളുകളും വന്നിട്ട് ഇവിടെ ഈ വർക്കൗട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഫുട്ബോൾ കളിക്കുന്ന ഏരിയ ആണ്. വലിയ പിള്ളേരും കുഞ്ഞു പിള്ളേരും എല്ലാവരും ഉണ്ട് ഇതിനകത്ത്.
പിന്നെ എനിക്ക് ഈ ഫ്ലവർ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിൻ്റെ കളറ്, ഇതിൻ്റെ തന്നെ വേറൊരു വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ് ഇപ്പം നമ്മൾ കണ്ടത്. പിന്നെ ഞാൻ മുന്നോട്ട് നടന്നു വന്നപ്പോഴത്തേക്കിന് എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു ടീം ഷട്ടിൽ കളിക്കുന്നതാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് അവിടെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര കമൻ്റ് അടിച്ചു, അവരിപ്പം നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കളിക്കും, ഇത്രയും നേരം അനങ്ങാതിരുന്നവരിപ്പം അടിപൊളിയായിട്ട് കളിക്കുമെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പോയത്, ഞാൻ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ വരുന്ന ഒരു ഏരിയയിലോട്ടാണ് പോയത്. ബിക്കോസ് അവിടെ ഇതാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്ന ഏരിയ. ഇവിടെ എനിക്കൊരു പ്രൈവസി ഒക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ലവ് ബേർഡ് സെക്ഷനാണ്. പിന്നെ നമുക്കിവിടെ ഒരു ലൊക്കേഷൻ ബോർഡൊക്കെ ഉണ്ട്. ഏത് ഏരിയയിലോട്ട് പോകണമെന്ന് നമുക്ക് ഈ ലൊക്കേഷൻ ബോർഡ് കാണിച്ചു തരും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ പാർക്കിലെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പം ടാറ്റാ ബൈ.